ദിലീപിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. ഈ ഫോൺ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ ഒരു നാടകീയതയും ഉണ്ടായിരുന്നു. കാരണം ഫോൺ ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കാൻ റെയ്ഡ് നടക്കുന്ന സമയത്ത് പ്രതിഭാഗം പൊടുന്നനെ ഫോൺ കോടതിയിൽ ഹാജരാക്കുന്നു. പ്രോസിക്യൂഷൻ ചോദിക്കുന്നു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലേ നൽകേണ്ടിയിരുന്നതെന്ന്. പക്ഷേ പ്രതിഭാഗം പറയുന്നു ഇത് കൃത്രിമം കാണിക്കുമെന്ന് സംശയമുണ്ടതാണ് കോടതിക്ക് നൽകിയതെന്ന്. തുടർന്ന് ഫോൺ വാങ്ങിവെക്കുന്നു ശാസ്ത്രീയ പരിശോധനയ്ക്കായി. അതിനുശേഷം ദിലീപിനെ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഈ ഫോൺ തുറക്കണമെങ്കിൽ ദിലീപിന്റെ ഫിംഗർ പ്രിന്റ് ആവശ്യമുണ്ട്. തുടർന്ന് വീണ്ടും ദിലീപിനെ കോടതിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ദിലീപ് ഫോൺ തുറക്കുന്നു. അതിനുശേഷം ദിലീപ് മടങ്ങുകയും ചെയ്യുന്നു. എന്തായാലും രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദത്തിന് തന്നെയാണ് കൂടുതൽ മുൻഗണന കൊടുത്തത്. ഈ ഘട്ടത്തിൽ 120B അനുസരിച്ചുള്ള ഗൂഢാലോചന കുറ്റം അടക്കമുള്ളവ ചുമത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജാമ്യം കിട്ടുക അത്തരം എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ദിലീപിന് ഇപ്പോൾ ആലുവ സബ് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കോടതി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി രണ്ട് സാധ്യത പോലീസിനുണ്ട്. ഒന്ന്, ജയിലിൽ പോയി ചോദ്യം ചെയ്യാം. അതിന് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിക്കേണ്ടതുണ്ട്. ആ അപേക്ഷ കോടതിയിൽ കൊടുക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരികയാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതിനുള്ള അപേക്ഷയും നൽകും. പക്ഷേ 2 തവണ ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു. ഇനി ആ സാധ്യത എങ്ങനെയെന്ന് കൂടുതൽ നിയമവിദഗ്ധരടക്കം അതിൽ ആ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ദിലീപിനെ കോടതിയിൽ നിന്ന് ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ദിലീപിനെ ഏതാനും ദിവസങ്ങൾ കൂടി ഇനി ജയിലിൽ തുടരേണ്ടി വരും. അത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളല്ല ദിലീപിന്റെ ഈ FIR-ലടക്കം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 11ാം പ്രതിയാണെങ്കിൽ കൂടി പിന്നീട് കുറ്റപത്രം നൽകുന്ന സമയത്ത് 2ാം പ്രതിയാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.